സൂരജ് സജി ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായുണ്ട്. സൂരജ്, ഇപ്പോൾ മൃതദേഹം വസതിയിലാണുള്ളത്. അവിടേക്ക് ഇപ്പോഴും ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണോ? അനുജ, തീർച്ചയായും കേരളത്തിൻ്റെ ഭാവഗായകനെ വിട ചൊല്ലുകയാണ് നാട്. രാവിലെ മുതൽ തന്നെ ഈ വസതിയിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ വസതിയിൽ ആദ്യമായി മൃതദേഹം എത്തിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് 11 മണിയോടുകൂടി റീജിയണൽ തിയേറ്ററിൽ പൊതുദർശനത്തിന് വെച്ചു. ഉച്ചയോടുകൂടിയാണ് വീണ്ടും വീട്ടിലേക്ക് ഈ മൃതശരീരം എത്തിക്കുന്നത്. അതിനുശേഷം ഈ ഉച്ചയ്ക്ക് ശേഷം എല്ലാം നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അത് ഈ ജില്ലയ്ക്ക് പുറത്തു നിന്നും ദൂരസ്ഥലങ്ങളിൽ നിന്നുമടക്കം ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നടൻ മമ്മൂട്ടി, അതോടൊപ്പം തന്നെ ഗായകൻ MG ശ്രീകുമാർ അടക്കം ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചത്. നിരവധി സിനിമാ താരങ്ങളടക്കം ഉച്ചയ്ക്ക് ശേഷം ഈ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. ഇവരെല്ലാവരും തന്നെ പറയുന്നത് ഈ ഭാവഗായകൻ്റെ ഭാവങ്ങൾ തന്നെയാണ് ഇവർക്കെല്ലാവർക്കും ഈ ഓരോ നിമിഷത്തിലും ഓർത്തെടുക്കാനുള്ളത്. അതോടൊപ്പം തന്നെ നാടിനെ സംബന്ധിച്ചും പൂങ്കുന്നത്തെ സംബന്ധിച്ചും വളരെ വൈകാരികമായ അടുപ്പം ഇദ്ദേഹവുമായി ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഇദ്ദേഹം ഈ സായാഹ്ന നടത്തത്തിന് ഇറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് നാട്ടുകാരുമായി പാട്ടും സംസാരവും ഒക്കെയായി ഇവരുമായി ഇഴുകിച്ചേരുന്ന സമയമാണ്. ആ സമയത്ത് അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഈ പ്രിയപ്പെട്ട നാട്ടുകാരടക്കം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം അനുജ, ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇരിങ്ങാലക്കുടയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം. താമസം ഏറെക്കാലം എറണാകുളത്തായിരുന്നു ജനനമെങ്കിൽ പോലും പിന്നീടുള്ള താമസമെല്ലാം ഇരിങ്ങാലക്കുടയിലായിരുന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം. സംഗീത ലോകത്തേക്ക് എത്തുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പൊതുദർശനം വേണമെന്നൊരു ആവശ്യം ഇന്നലെ മുതൽ വളരെ ശക്തമായിരുന്നു. ഇപ്പോൾ അതിൽ കുടുംബാംഗങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നാളെ രാവിലെ 8:30-ക്ക് ഇരിങ്ങാലക്കുടയിൽ താണാവ് ജംഗ്ഷനിൽ 15 മിനിറ്റ് നേരം ഇദ്ദേഹത്തിൻ്റെ പൊതുദർശനം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അവിടെ ഇരിങ്ങാലക്കുടക്കാർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള അവസരം കൂടി ഒരുക്കും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നാളെ രാവിലെ 8 മണി വരെ ഞാനിപ്പോൾ നിൽക്കുന്ന പൂങ്കുന്നത്തായിരിക്കും മൃതദേഹം ഉണ്ടാവുക. അവിടെ എത്തി ആളുകൾക്ക് ഇദ്ദേഹത്തെ കാണുന്നതിനുള്ള അവസരങ്ങളെല്ലാം ഒരുക്കും. രാവിലെ 8 മണിയോട് കൂടിയാണ് പിന്നീട് ഈ ചേന്നമംഗലത്തേക്ക് മൃതദേഹം കൊണ്ടുപോവുക. അതുവരെ ഇവിടെ എത്താൻ കഴിയും. ഇരിങ്ങാലക്കുടയിൽ നാളെ 8:30-ക്ക് പൊതുദർശനവും നിശ്ചയിച്ചിട്ടുണ്ട് അനുജ. ശരി, നിലവിൽ P. ജയചന്ദ്രന്റെ മൃതദേഹമുള്ളത് അദ്ദേഹത്തിന്റെ പൂങ്കുന്നത്തെ വസതിയിലാണ്. നാളെ രാവിലെ 8 മണി വരെ മൃതദേഹം അവിടെ ഉണ്ടാകും.